അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽ ജവാബിലേക്ക് ഈ അടുത്ത ദിവസം ഏറ്റവും കൂടുതൽ ടാഗ് ചെയ്യപ്പെട്ടത് കേരളത്തിലെ ആദരണീയനായ ഒരു സ്വാമിജി നടത്തിയ പ്രഭാഷണമാണ്. പരിശുദ്ധമായ ഇസ്ലാമും വിശുദ്ധ ഖുർആനും മുന്നോട്ട് വെക്കുന്ന ജീവിത ശൈലിയെക്കുറിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ ഉന്നയിക്കപ്പെട്ട ചില ആശങ്കകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് മുസ്ലിം പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന്റെ ഉത്തരമെന്നോണം അദ്ദേഹം സമർപ്പിച്ച ഭാഷണത്തിന്റെ ആകത്തുക. പരിശുദ്ധമായ ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണജനകമായ വിധത്തിൽ പ്രചരിപ്പിക്കുന്ന ചില കുൽസിത ശ്രമങ്ങളെ അദ്ദേഹത്തിന്റെ മുന്നിൽ ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെട്ടു. അതിന് അദ്ദേഹം നടത്തിയ മറുപടി ഭാഷണത്തിൽ അദ്ദേഹം പരിശുദ്ധമായ ഖുർആനിലുള്ള ആശയത്തെക്കുറിച്ച് പറയുന്നത്, വ്യാവസായിക ആവശ്യങ്ങൾക്ക് പോലും മുസ്ലിങ്ങൾ ലോകത്ത് ഇതര വിശ്വാസികളുമായി ഒരു തരത്തിലും കൂട്ടുകൂടാനോ കണ്ടുമുട്ടാനോ ഇടപഴകാനോ പാടില്ല എന്ന ആശയമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നതെന്നാണ്. എന്ന് മാത്രമല്ല, യുദ്ധം നിഷിദ്ധമായി കാണപ്പെടുന്ന വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ ഉടൻ ആയുധമെടുത്തിറങ്ങി വിഗ്രഹാരാധകരെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കാനാണ് വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ഗുരുതരമായ മറ്റൊരു ആരോപണം, നിന്റെ ആയുധത്തിനു മുമ്പിൽ കീഴടങ്ങാൻ അവർ സന്നദ്ധരാകുന്ന പക്ഷം അവർ വെറുതെ വിടുക, ഇല്ലെങ്കിൽ അവരെ വധിച്ചു കളയുക, അവരുടെ ഭാര്യമാർ നിനക്കുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ തന്റെ വിശ്വാസികളുടെ മുന്നിൽ തെറ്റിദ്ധാരണജനകമായ വിധത്തിൽ സംസാരിക്കണം. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ അദ്ദേഹം പലതവണ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവൈലബിളായ ഭാഷകളിലുള്ള പരിഭാഷകൾ പലതവണ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ഒരിക്കൽ പോലും മറ്റു മതവിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് തുണ്ടം തുണ്ടമായി മുറിച്ച് അവരെ നശിപ്പിച്ച് കളയണം എന്ന ഒരു വിശ്വാസ പദ്ധതിയല്ല ലോകത്ത് പ്രകാശനം ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തെ പോലെ മാന്യനായ ഒരു ആചാര്യന്റെ മുമ്പിൽ, ഒരു വിദ്വാന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടാൽ സ്വാഭാവികമായും മാനവികത ആഗ്രഹിക്കുന്ന ഏതൊരാളും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേരളീയ ജീവിതം പോലെ ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് വിശ്വാസികളും ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന അനുഭവ ചിത്രം മുന്നിൽ വെച്ച് വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് കാലമായി ലോകത്തെ മാനവ ജനതയുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ അനുഭവ ചിത്രം ഇങ്ങനെയാണ്. അതുകൊണ്ട് ആ വചനങ്ങളെ അതിന്റെ പശ്ചാത്തലത്തിൽ അവരോധിച്ചു നിർത്തി ആയിരിക്കണം വായിക്കേണ്ടത്. നമ്മൾ വാക്കുകാർത്ഥങ്ങളിൽ നിന്ന്, വാക്കുകളുടെ ടെക്സ്റ്റൽ മീനിങ്ങിൽ നിന്ന് മനസ്സിലാക്കിയതായിരിക്കണമെന്നില്ല അതിന്റെ ഉത്തരം എന്നെങ്കിലും അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന മാന്യതയുടെയും ബഹുമാനത്തിന്റെയും അളവ് നന്നായി വർദ്ധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതേസമയം വർഗീയതയുടെ വിഷവിത്തുകൾ വിതക്കുവാൻ ഉപയുക്തമാകുമാറുള്ള ചില പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. വ്യവസായ ആവശ്യങ്ങൾക്ക് പോലും നമ്മുടെ സമാന വിശ്വാസികളും അല്ലാത്തവരുമായി കൂട്ടുകൂടരുത്. അത് അല്ലാഹു പൊറുപ്പിക്കുന്നതല്ല. എന്താണ് ശുദ്ധമായ സന്ദേശമെന്ന് പ്രചരിപ്പിക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരുടെ കർത്തവ്യമാണ്. യഥാർത്ഥത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് പോലും മുസ്ലിങ്ങൾ മറ്റുള്ളവരോടുമായി കൂട്ടുകൂടുകയില്ല എന്ന ഒരു ഭയം നിറഞ്ഞ അന്തരീക്ഷം കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തെവിടെയെങ്കിലുമോ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ നാടുകളിൽ തന്നെ എത്രയോ മുസ്ലിങ്ങൾ സ്ഥിരമായി നല്ല സഹവർത്തിത്വത്തിലും സ്നേഹത്തിലുമാണ് മറ്റു മതസ്ഥരുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മുടെ അനുഭവമാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ എത്രയോ അമുസ്ലിങ്ങളുടെ, ഹൈന്ദവരുടെ കടകളിൽ പോകാറുണ്ട്. രോഗത്തിന് ചികിത്സിക്കാൻ എത്രയോ ഡോക്ടർമാരെ അവലംബിക്കാറുണ്ട്. എഞ്ചിനീയർമാർ, എത്രയോ എഞ്ചിനീയർമാർ, ഹൈന്ദവ എഞ്ചിനീയർമാരെ നമ്മൾ അവലംബിക്കാറുണ്ട്.
അവരുടെ സ്കൂളുകളിൽ നമ്മൾ പോകാറുണ്ട്, ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സാമൂഹിക ജീവിതത്തിന്റെ സഹവർത്തിത്വത്തിന്റെ മഹിതമായ പാഠങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൂട്ടുകൂടരുത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആശയം ഒരർത്ഥത്തിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമോ വരുമാനമോ ലഭിക്കുന്ന പദ്ധതികളിലൊന്നും നിങ്ങൾ ഭാഗവാക്കാകരുത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം എന്നാണല്ലോ. എന്നാൽ ഇന്ത്യയിലെ തന്നെ 10,000-കണക്കിന് ബിസിനസ് സംരംഭങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാർട്ട്ണർമാരായി ഒന്നിച്ചു പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കില്ലേ? എത്രയെങ്ങാനും ബിസിനസ് സംരംഭങ്ങളുടെ ഒരുപക്ഷെ മുതലാളി ഹിന്ദു ആയിരിക്കാം, അതിന്റെ മാനേജിംഗ് നിർവഹിക്കുന്നത് മുസ്ലിങ്ങളായിരിക്കാം, മറിച്ചും ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. പോട്ടെ, ലോകത്ത് ഏറ്റവും നന്നായി വിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കിയ, വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കിയ ആളുകൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാം അത് അറബ് ഭാഷ സംസാരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിലായിരിക്കും. ഇസ്ലാമിക ശരീഅത്ത് നിയമം ഇന്ന് ഏറെക്കുറെ ഭംഗിയായി നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങൾ സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ അതേ ഭാഷയാണ്. അതുകൊണ്ട് നമുക്ക് പരിഭാഷകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതിൽ കൂടുതൽ തങ്ങളുടെ മദർ ടങ് ഉപയോഗിച്ച്, തങ്ങളുടെ മാതൃഭാഷ ഉപയോഗിച്ച് വിശുദ്ധ ഖുർആനിനെ അവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ സ്വാമിജി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉദ്ധരിച്ചതുപോലെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള ട്രാൻസ്ലേഷനുകളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ വിശുദ്ധ ഇസ്ലാമിനേക്കാൾ ഭംഗിയായി സാധാരണക്കാരനായ, പണ്ഡിതനല്ലാത്ത, വെറും പാമരനായ അറബിക്ക് വിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാകും. നമ്മുടെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്രയധികം പ്രവാസികളാണ് അറബ് ദേശത്ത് ജോലി ചെയ്യുന്നത്, ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്, വലിയ വലിയ കച്ചവട സംരംഭങ്ങളുടെ മുതലാളിമാരായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നാടുകളിലൊക്കെ വരുന്ന ഇൻകമിന്റെ ഒരു വലിയ ഓഹരി അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന്, മധ്യേഷ്യൻ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് എന്ന കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അമുസ്ലിങ്ങളുമായി ഒരു തരത്തിലും വ്യാവസായികമായ ഒരു ബന്ധവും സ്ഥാപിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രകാശനം ചെയ്യുന്ന ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതിന്റെ സ്പോൺസർഷിപ്പ് എങ്ങനെ ഒരു അറബി, ഒരു മുസ്ലിം നിർവഹിക്കും? എത്രയോ ആളുകളുടെ അവരുടെ ജീവിതത്തിലെ വലിയ വിജയങ്ങളുടെ ഏറ്റവും നല്ല അവകാശികൾ യഥാർത്ഥത്തിൽ ഈ അറബികളാണ്. അവരുടെ ബിസിനസ് സംരംഭങ്ങളുടെ വിജയത്തിന്റെ കാതൽ അവരുടെ സൗമനസ്കതയാണ്. ഇത് അനുഭവിച്ചറിയുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് പോലും കൂട്ടുകൂടാത്തവരാണ് എന്ന് പറയാൻ സാധിക്കുക? നിങ്ങൾ നോക്ക്, ഇന്ത്യ പൊതുവെ ലോകത്തുള്ള വിവിധ മാധ്യമങ്ങളിൽ, ഇന്റർനാഷണൽ മീഡിയ പരിചയപ്പെടുത്തുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തെക്കുറിച്ച് കരിനിഴലുകളുണ്ട്. ഇവിടെ BJP സർക്കാർ എന്ന് പറയുന്ന ഹൈന്ദവ സർക്കാരാണ് ഭരിക്കുന്നതെന്നറിയാം. പക്ഷെ അതൊരു വിദ്വേഷത്തിന്റെ വാക്കായി അവർ മനസ്സിലാക്കുന്നില്ല. ഹൈന്ദവത നമ്മെ കടന്നാക്രമണം ചെയ്യുന്നു എന്നവർ മനസ്സിലാക്കുന്നില്ല. പ്രതിരോധത്തിന്റെ വൻമതിലുകൾ മുസ്ലിങ്ങൾ സൃഷ്ടിച്ചേ തീരൂ എന്ന ഭയപ്പാടോടുകൂടി അവർ ഇവിടുത്തെ ഭരണകൂടത്തെ നോക്കിക്കാണുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യൻ സർക്കാരുമായി ഒരു തൊഴിൽ കരാറിൽ ഏർപ്പെടാൻ, ലേബർ ട്രീറ്റിയിൽ ഒപ്പുവെക്കാൻ സൗദി സർക്കാർ തയ്യാറാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ നോക്കൂ, ഗുജറാത്ത് കലാപത്തിന്റെ വാർത്തകൾ ലോകത്തുടനീളം പ്രചരിച്ചിരുന്നതാണ്. ബാബരി മസ്ജിദിന്റെ തകർച്ച ലോകം മുഴുവൻ മീഡിയകളിലൂടെ അറിഞ്ഞതാണ്. അതിലൊക്കെ ശക്തമായ പങ്കാളിത്തമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പദവിയിലേക്ക് വന്നപ്പോൾ, അപ്പോൾ പോലും ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലെങ്കിൽ അറേബ്യൻ മുസ്ലിങ്ങൾ അവരോട് കാണിച്ച സമീപനം എന്ത് എന്നത് നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്കും ഇമാറാത്തിലേക്കും ഒക്കെ സന്ദർശനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തോട് അവർ കാണിച്ച സ്വീകാര്യത, അദ്ദേഹത്തിന് അവർ കൊടുത്ത സ്വീകരണം, അദ്ദേഹത്തിന്റെ വേദികളിൽ നിറഞ്ഞു നിന്ന അവിടുത്തെ ഭരണ നേതൃത്വത്തിന്റെ പങ്കാളിത്തം, ഇത് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇസ്ലാമിക രാജ്യത്തെ മുസ്ലിങ്ങളായ, അറബി ഭാഷ നന്നായിട്ടറിയാവുന്ന, വിശുദ്ധ ഖുർആനെ അതിന്റെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് കറക്റ്റായിട്ട് വായിക്കാൻ അറിയാവുന്ന ഇവർക്കാർക്കും വിശുദ്ധ ഖുർആൻ മനസ്സിലായിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ ട്രാൻസ്ലേഷൻസിൽ നിന്ന് മനസ്സിലാക്കിയ ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് അവിടെയാണ് പാകപ്പിഴവ് സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.